ആറ്റുകാൽ പൊങ്കാല മാലിന്യങ്ങൾ നീക്കാതെ തിരുവനന്തപുരം നഗരസഭ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകളും പേപ്പർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കിയില്ല. ക്ഷേത്ര പരിസരത്തടക്കം മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല. പൊങ്കാലയ്ക്ക് ശേഷം 8:30-ഓടെ നഗരം പൂർണ്ണമായും ക്ലീൻ ആയി എന്നായിരുന്നു മേയറുടെ വാദം. സനീറ്റയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനീറ്റ, അന്ന് വൈകുന്നേരം തന്നെ മേയർ പറഞ്ഞിരുന്നു പൊങ്കാല കഴിഞ്ഞു, നഗരം ഫുള്ള് എല്ലാം മുഴുവനും വൃത്തിയാക്കി എന്നാണ് മേയർ നേരിട്ട് പറഞ്ഞത്. പക്ഷേ അതല്ല സ്ഥിതിയെന്നാണ് അവിടെ നിന്നും മനസ്സിലാവുന്നത്. സ്വാതി, തിരുവനന്തപുരം നഗരസഭ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ പിറകിലുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ഈ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. എന്നാൽ അത് അത്തരത്തിലൊരു ക്ഷേത്ര പരിസരമല്ല ഇത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളല്ല ഈ കാണാൻ കഴിയുന്നത്. ഈ പൊങ്കാല 3-ാം തീയതിയാണ് പൂർത്തിയായത്. 3-ാം തീയതി പൂർത്തിയായതിനു ശേഷം 2 ദിവസം പിന്നിട്ടു. എന്നിട്ട് പോലും ഈ പരിസരം പോലെ ഈ ആറ്റുകാൽ തലസ്ഥാനം മുഴുവൻ ക്ലീനാക്കുമെന്ന് പറഞ്ഞ തിരുവനന്തപുരം മേയർ ഇപ്പോൾ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരം പോലും വൃത്തിയാക്കാൻ ഒരു നടപടികൾ സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ വി രാജേഷ് മേയർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ചുടുകട്ടകൾ ശേഖരിച്ച് ഇത് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ നൽകുമെന്നുള്ളൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം നൽകിയിരുന്നു. എന്നാൽ ആ ചുടുകട്ടകൾ പോലും ഒന്ന് ശേഖരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എല്ലാ തരത്തിലും കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുൻ ഭരണസമിതിയൊക്കെ വലിയ തോതിൽ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടൊക്കെ ഈ തിരുവനന്തപുരം പുതിയ ഭരണസമിതിയൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനൊന്നും അവർക്ക് അവകാശമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും അവർക്ക് അവകാശമില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ പൊങ്കാല ദിവസം ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ മറ്റ് ആഹാര വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകൾ കൂടിക്കിടന്നിട്ട് വലിയ തരത്തിലുള്ള ഒരു ദുർഗന്ധം തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ വലിയ തരത്തിൽ ഇപ്പോൾ 2-3 വ്യക്തികളൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് യാതൊരു തരത്തിലും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ളവരല്ല. അവർ ഈ മറ്റു രീതിയിൽ ഇവിടുത്തെ ഈ പേപ്പർ ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് അത് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകാൻ അത് വ്യക്തിപരമായി അവർ എത്തിയവരാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു ക്ലീനിങ്ങും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമാണ്. അതായത് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന് മനസ്സിലാക്കി തരികയാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ. സനീറ്റ, അതില് ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, സനീറ്റ വി രാജേഷിന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കുകയായിരുന്നു. അതിൽ പറയുന്നുണ്ട് അന്ന് 2:15 പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടൻ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ ആരംഭിച്ചു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ കൃത്രിമ മഴ പെയ്യിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൃത്രിമ മഴയെല്ലാം പെയ്യിച്ചു, അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്തില്ല എന്നത് അത് വ്യക്തമാണ്, അതിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിൽ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ കോർപ്പറേഷന്റെ ഈ മെല്ലപ്പോക്കിന് കാരണം? ഇതിന് മേയറെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഒരു സമയത്ത് ലഭ്യമാണോ? സ്വാതി, മുന്നേ തന്നെ മേയർ സൂചിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ അവകാശവാദമായി പറഞ്ഞിരുന്നത് ഈ പൊങ്കാല ദിവസം തന്നെ 8:30-ഓടെ അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ നഗരത്തിലെ എല്ലാ വേസ്റ്റുകളും പൂർണ്ണമായും നമ്മൾ ക്ലീൻ ചെയ്യുമെന്ന് തന്നെയാണ് അവർ അവകാശവാദമായി ഉന്നയിച്ചിരുന്നത്. മറ്റൊരു അവകാശവാദം ഈ ചുടുകട്ടകളൊക്കെ ശേഖരിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ നൽകുമെന്നൊക്കെ ആയിരുന്നു. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ വി രാജേഷിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഉടനെ അതിന് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ തരത്തിലും നഗരസഭയുടെ ഒരു വീഴ്ച തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ ഭരണസമിതിയൊക്കെ പൊങ്കാല ദിവസം തന്നെ നഗരത്തിലെ എല്ലാ വേസ്റ്റുകളും വൃത്തിയാക്കിയിരുന്നു. എന്നാൽ അവരെ മാതൃകയാക്കണം പുതിയ ഭരണസമിതി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ സാഹചര്യത്തിൽ.
ശരി സനീറ്റ, എന്തായാലും പൊങ്കാല കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസമായി. ഇപ്പോഴും അവിടെയെല്ലാം ആ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു എന്നുള്ള ആ ദൃശ്യം, അതിൻ്റെ ചിത്രം തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടത്, മുൻ വർഷങ്ങളിൽ പൊങ്കാല നടന്ന സമയത്ത് അന്ന് ഉച്ചയോടുകൂടി തന്നെ അത് ഫുൾ നീറ്റാക്കി ക്ലീനാക്കി മാറ്റിയ ഒരു ചരിത്രം കൂടിയുണ്ട്. ആ വിവരങ്ങളാണ് സനീറ്റ നൽകിയത്.